ഹലോ യെസ്, അങ്ങനെ വൈകുന്നേരം ഏകദേശം ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ട്. 8 മണിയോടുകൂടി എടുക്കുന്നു. റൈറ്റ്. അപ്പോൾ ഈ സമയത്ത് എങ്ങോട്ടാണ് യാത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ കണ്ണൂർ തലശ്ശേരി അവിടെ ചെന്നിട്ടാണ് ഇനി നേരെ കൊട്ടിയൂരിലേക്ക് പോകുന്നത്. അതെ, കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് അടക്കാണ്. അപ്പോൾ അവിടെ ഒരുപാട് പ്രത്യേകതയുണ്ട് ഈ അവസാനത്തെ ദിവസം. എന്തൊക്കെയാണ് ആ അവസാനത്തെ ദിവസത്തെ പ്രത്യേകതകൾ എന്ന് അറിയാനായിട്ട് കൂടെ കൂടിക്കോളൂ. അതിനുശേഷമായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പുറത്ത് നല്ല മഴയുണ്ട്. ഇനിയിപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ എന്നിട്ട് അവിടുന്ന് ട്രെയിനിലാണ് യാത്ര. ഇപ്പോൾ നമ്മളെത്തിയിരിക്കുന്നത് പുള്ള് താമരപ്പാടം കള്ള് ഷാപ്പ്. ഇവിടെ ഇറങ്ങിയിട്ട് കള്ളുടിക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല, നമ്മൾ നേരെ സ്ട്രെയിറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു നമുക്ക് ഈ ഒരു താമരപ്പാടം കള്ള് ഷാപ്പൊക്കെ പരിചയപ്പെടുത്താം. ഓക്കെ, നമ്മളെ കൊട്ടിയൂർക്കുള്ള യാത്രയിലാണ്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുന്നു. പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ, രക്ഷയില്ലാത്ത മഴയാണ്. ഇവിടെ ഇപ്പോൾ കൗണ്ടർ ഓപ്പൺ അല്ല, അതായത് ഇവിടെ കൗണ്ടറിൻ്റെ വർക്ക് നടക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ കൗണ്ടർ ഓപ്പൺ അല്ല, കൗണ്ടർ ക്ലോസ്ഡാണ് കേട്ടോ. ടിക്കറ്റ് കൗണ്ടർ താൽക്കാലികമായിട്ട് മാറ്റിയിട്ടുണ്ട് നമ്മുടെ തൃശ്ശൂർ. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൊണ്ട് പോയി. യെസ്, അതായത് നമ്മൾ ഇവിടെ നമ്മുടെ തൃശ്ശൂർ ഇവിടുത്തെ മെയിൻ കൗണ്ടർ താൽക്കാലികമായിട്ട് ക്ലോസ്ഡാണ്. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ചും കൊണ്ട് മാറിയിട്ടാണ് ഇപ്പോൾ പുതിയ കൗണ്ടറുള്ളത്. അതായത് നമ്മുടെ ടിക്കറ്റ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഏരിയ, അതെ, റിസർവേഷൻ ചെയ്യുന്ന ആ ഒരു ഏരിയയിലാണ് ഇപ്പോൾ പുതിയ ടിക്കറ്റ് കൗണ്ടർ വന്നിട്ടുള്ളത്. പുറത്ത് അത്യാവശ്യം നല്ല മഴയുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ ബുക്ക് ചെയ്ത ടിക്കറ്റ് എടുത്തിട്ട് നേരെ കണ്ണൂരിലേക്ക് പോകും. പോകുന്ന വഴിയിൽ തലശ്ശേരിയിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് 24 മണിക്കൂറും കൊട്ടിയൂരിലേക്ക് സ്പെഷ്യൽ KSRTC സർവീസ് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി ഭക്ഷണം കഴിക്കുന്നു ചപ്പാത്തിയും ചില്ലി കോപ്പി. അതുകൊണ്ട് അങ്ങനെ ഫുഡ് കഴിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. തലശ്ശേരി എന്ന് പറയുന്നൊരു IRTCയുടെ ഒരു കോഫി വാങ്ങിയതാട്ടോ. സംഗതി കയ്യിൽ നിന്ന് പോയി തോന്നുന്നുണ്ട്, ഒരുമാതിരി കടുക്ക വെള്ളം. ഇത് നമ്മുടെ സ്വന്തം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒരു 2ാം ഗേറ്റിൻ്റെ ഭാഗത്ത് ഈ കാണുന്ന ഏരിയയിൽ ആ ഒരു സ്ഥലം കണ്ടോ, ആ ബിൽഡിംഗ് കത്തിക്കരിഞ്ഞ് നിൽക്കുന്ന കണ്ടോ, അതായത് അവിടെ ഒരു വലിയൊരു തീപിടുത്തം ഉണ്ടായതാണ്. അത് എനിക്ക് തോന്നുന്നു 2026 ജനുവരി 4-ാം തീയതി രാവിലെ 6:30 തീപിടുത്തം ഉണ്ടായത്. ആ ഒരു തീപിടുത്തത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന നിരവധി വാഹനങ്ങൾ കത്തി നശിച്ചു. അതായത് പ്രത്യേകിച്ച് ടു വീലറുകളാണ് ഉണ്ടായിരുന്നത്. അത് സ്കൂട്ടർ, അതുപോലെ തന്നെ ബൈക്ക് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വാഹനങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ 500-ലധികം വരുന്ന വാഹനങ്ങളാണ് ശരിക്കും കത്തി നശിച്ചത്. ശരിക്കും